അതുതന്നെയാണ് വയനാടിനു വേണ്ടി അത്രമേൽ ഉച്ചത്തിൽ വിലപിക്കുകയാണ് നമ്മുടെ നാടൊന്നാകെ. ചൂരൽമല മുണ്ടക്കൈ മേഖലയിലടക്കം ഓരോ മൃതദേഹങ്ങൾ തിരിച്ചറിയുമ്പോഴും ആ കരച്ചിൽ ഉച്ചത്തിലാവുകയാണ്. ഉരുൾപൊട്ടലിനിരയായി ഇനിയും കണ്ടുകിട്ടാത്തവർക്ക് വേണ്ടി രക്ഷാപ്രവർത്തകർ ഇപ്പോഴും ദൗത്യം തുടരുന്നു. അനീഷ്, എനിക്ക് തോന്നുന്നു നമ്മളെ ഒരിക്കലും ഈ മോർച്ചറികളുടെ ദൃശ്യങ്ങളൊന്നും കാണാൻ ആഗ്രഹിക്കുകയില്ല. ഒരുപക്ഷെ അധികം ആരും അങ്ങനെ മോർച്ചറികളിലേക്കൊന്നും പോകാറുമില്ല. പക്ഷെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആ മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ തിങ്ങി നിറഞ്ഞൊരു അവസ്ഥ, ആ മോർച്ചറി ഇത്രമാത്രം തിങ്ങി നിറഞ്ഞൊരു അവസ്ഥ ഒരുപക്ഷെ ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ആ ആശുപത്രിക്ക് പോലും ഒരുപക്ഷെ മനസ്സ് മരവിച്ചിട്ടുണ്ടാകും. ഇത്രമാത്രം മൃതദേഹങ്ങൾ കണ്ട് ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ജീവിച്ചൊരു രാത്രി ഉറങ്ങാൻ കിടന്ന മനുഷ്യരാണ് ഇപ്പോൾ ജീവനുറ്റ് അവിടെ കിടക്കുന്നത്. ശരീരഭാഗങ്ങൾ പോലും ഇല്ലാതെ ഉറ്റവർക്ക് ഏതാണ് തങ്ങളുടെ വേണ്ടപ്പെട്ടവരാണോ, പ്രിയപ്പെട്ടവനാണോ, പ്രിയപ്പെട്ടവളാണോ എന്ന് പോലും മനസ്സിലാക്കാതെ അവിടെ കിടക്കുന്നത്. അനീഷ, ഇനി ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന നടപടികൾ അതെങ്ങനെയാണ്? അവിടെ കിടക്കുന്ന മൃതദേഹങ്ങൾ എത്ര വേഗത്തിൽ സംസ്കാരം നടപടികളിലേക്ക് കടക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അനീഷ? ശരി, ഞാൻ